ബജറ്റിന് മുന്നോടിയായി വിവിധ ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി UDF സർക്കാർ രംഗത്ത്. ഇത്തവണയും സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് വമ്പൻ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക. 2026 മെയ് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ വിതരണം പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും സന്തോഷവാർത്ത എത്തിയിരിക്കുന്നത്. ഗുണഭോക്താക്കളിലേക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം എത്തിച്ചേരുന്നു എന്നുള്ള സന്തോഷവാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത്. വാർദ്ധക്യകാല വിധവാ പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ, ക്ഷേമനിധി ബോർഡുകൾ വഴി ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ തുക എത്തിച്ചേരുക. ഇതോടൊപ്പം തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്ന 24.47 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറാനുള്ള അവസരം കൂടി ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള രേഖകളും ആധാർ കാർഡും സമർപ്പിച്ച് ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള വിതരണത്തിന് അപേക്ഷിക്കാവുന്നതാണ്. നിലവിൽ അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള 26 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കും ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേർന്നു കഴിഞ്ഞു. വിവിധയിനം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഭിന്നശേഷി പെൻഷൻ തുകയിലും 25% വർധനവുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 60 വയസ്സിന് മുകളിലുള്ള സാംസ്കാരിക പ്രവർത്തകർക്ക് പെൻഷനും ആരോഗ്യ ഇൻഷുറൻസും ഏർപ്പെടുത്തും. മത്സ്യത്തൊഴിലാളികൾക്ക് ഇൻഷുറൻസ്, ക്ഷേമ പെൻഷൻ, തീരദേശ സംരക്ഷണം, ബ്ലൂ ഇക്കണോമി പദ്ധതികൾ എന്നിവ നടപ്പിലാക്കും. നിലവിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ തുകയുടെ ഏപ്രിൽ മെയ് മാസത്തിലെ തുക വിതരണമാണ് നടക്കാനുള്ളത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ തുക വിതരണം വീട്ടമ്മ പെൻഷൻ ഇനത്തിലേക്ക് മാറ്റി പെൻഷൻ തുകയിൽ വലിയൊരു വർധനവുണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. സ്ത്രീ സുരക്ഷാ പെൻഷനുകൾ എല്ലാ മാസവും 25-ന് ബാങ്ക് അക്കൗണ്ടുകളിലാണ് എത്തിയിരുന്നത്. ഈ മാസം തുക എത്തിയിട്ടില്ല. ഗുണഭോക്താക്കളുടെ എണ്ണവും ആവശ്യമായ തുകയും സേവന പെൻഷൻ സൈറ്റിൽ 19-ന് തന്നെ അപ്ലോഡ് ചെയ്തിട്ടും ട്രഷറിയിൽ പണം എത്താത്തതാണ് കാരണം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ അംഗമല്ലാത്ത 35-നും 60-നും ഇടയിൽ പ്രായപരിധിയിലുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതി ഫെബ്രുവരിയിലാണ് തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ 10 ലക്ഷത്തിൽ പരം ഗുണഭോക്താക്കൾക്കാണ് ആനുകൂല്യം നൽകിയത്. ഓൺലൈനിൽ അപേക്ഷിച്ചാൽ തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയാണ് പണം പാസ്സാക്കുന്നത്. ഈ മാസം 18 ലക്ഷത്തോളം പേർക്കാണ് തുക എത്തിച്ചേരേണ്ടത്. കൂടുതൽ ഗുണഭോക്താക്കൾ മലപ്പുറം ജില്ലയിൽ നിന്നാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ തുകയുടെ വിതരണം സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും. ഇതോടൊപ്പം തന്നെ മെയ് മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേർന്നിട്ടില്ല. സോഫ്റ്റ്വെയർ തകരാർ മൂലം പെൻഷൻ തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ തുക എത്തിച്ചേരും. സേവന സൈറ്റിൽ പെൻഷൻ തുക കൈമാറിയതായി സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക എത്തിച്ചേരാത്തവർക്കും വാർദ്ധക്യ, വിധവ, ഭിന്നശേഷി പെൻഷനുകളിലായി 8 ലക്ഷത്തോളം വരുന്ന NSAP വിഭാഗത്തിൽപ്പെട്ട് 200 മുതൽ 500 രൂപ വരെ കേന്ദ്രവിഹിതം എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്കും ആധാരധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്നു മുതൽ കേന്ദ്രവിഹിതം എത്തിച്ചേരും. ഈ മാസം 19-ന് അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിൽ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ഗുണഭോക്താക്കളെ കാത്തിരിക്കുന്നത്. 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര, യുവാക്കൾക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ, ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കൽ, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ വീതം വിദ്യാഭ്യാസ സഹായമായി നൽകും തുടങ്ങിയ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉൾപ്പെടുത്തിയിരുന്ന വാഗ്ദാനങ്ങൾ നയപ്രഖ്യാപനത്തിലും ഇടം പിടിച്ചിരിക്കുകയാണ്. കൂടാതെ വയോജന വകുപ്പിന് ഊന്നൽ നൽകുമെന്നും പ്രഖ്യാപനത്തിലുണ്ട്. സംസ്ഥാനത്തെ തീരദേശം, നദികൾ, 34 തടാകങ്ങൾ, വിമാനത്താവളങ്ങൾ എന്നിവയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ഒരു സംയോജിത വികസന പദ്ധതി നടപ്പിലാക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് ഇൻഷുറൻസ്, ക്ഷേമ പെൻഷൻ, തീരദേശ സംരക്ഷണം, ബ്ലൂ ഇക്കണോമി പദ്ധതികൾ എന്നിവ നടപ്പിലാക്കും. പൊതുവിതരണ സംവിധാനം ശക്തിപ്പെടുത്തി വിലക്കയറ്റം നിയന്ത്രിക്കും. മാവേലി സ്റ്റോറുകളും സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളും ആധുനികവൽക്കരിക്കും. പൊതുജനാരോഗ്യ മേഖലയുടെ പുനരുജ്ജീവനത്തിന് മെഡിക്കൽ കോളേജുകൾ, ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ എന്നിവയുടെ അടിസ്ഥാന സൗകര്യ വികസനം ശക്തിപ്പെടുത്തും. സഹകരണ സംഘങ്ങളിൽ നിക്ഷേപ ഗ്യാരണ്ടി ശക്തിപ്പെടുത്തും. 60 വയസ്സിന് മുകളിലുള്ള സാംസ്കാരിക പ്രവർത്തകർക്ക് പെൻഷനും ആരോഗ്യ ഇൻഷുറൻസും ഏർപ്പെടുത്തും. ഇതിനു പുറമെ ഓരോ പഞ്ചായത്തിലെയും വനിതാ കർഷകരെ കണ്ടെത്തി അവരെ കാർഷിക മേഖലയിലെ പ്രധാന ശക്തിയാക്കി മാറ്റും. വനിതാ കൺസോർഷ്യം ആരംഭിക്കും. നെല്ല്, പച്ചക്കറി, പഴം, പയർ, കിഴങ്ങ്, കൂൺ, തേനീച്ച കൃഷികളിൽ സ്ത്രീകളെ ശാക്തീകരിക്കും. കൂടുതൽ പ്രഖ്യാപനങ്ങളും ആനുകൂല്യങ്ങളും വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.